നമസ്കാരം. മഹാകുംഭമേളയെ തകർക്കാൻ പാകിസ്ഥാൻ ഭീകരരും ജിഹാദികളും ഒറ്റക്കെട്ടായി ശ്രമിക്കുമ്പോൾ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ നെഞ്ചും വിരിച്ചു നിൽക്കുകയാണ് യോഗി ആദിത്യനാഥ്. കുംഭമേളയെ തകർക്കാൻ ഏതെങ്കിലും ജിഹാദികൾ ശ്രമം നടത്തിയാൽ യു പിയിൽ നിന്ന് അവരാരും ജീവനോടെ പുറത്തേക്ക് പോകില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. യു പിയിൽ കുംഭമേള നടക്കുന്ന സാഹചര്യത്തിൽ 40 കോടിയിലധികം വരുന്ന ഹിന്ദു മുസ്ലിം വിശ്വാസികളെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കലാപം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാൻ ഭീകരർ. അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം രാമക്ഷേത്രം തകരും, അവിടെ മസ്ജിദ് ഉയരും, അതിന് മുസ്ലിങ്ങൾ ശ്രമിക്കണം. ഇന്ത്യയിൽ വർഗീയ കലാപം സൃഷ്ടിച്ച് സമാധാനം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ ഭീകരർ രംഗത്തെത്തുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. വീണ്ടും ബാബറി മസ്ജിദ് പ്രശ്നം ഉയർത്തി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ വർഗീയ കലാപത്തിന് വിത്ത് പാകാനാണ് ശ്രമം. ഇന്ത്യയിലെ ട്രെയിനുകൾ ആക്രമിക്കണമെന്ന് മുൻപ് ആഹ്വാനം ചെയ്ത ഫർഹത്തുള്ള ഗോറിയാണ് ഇതിന് പിന്നിലുള്ളത്. ഇതിനായി പാകിസ്ഥാൻ തീവ്രവാദികൾ ഒരു ഓൺലൈൻ നെറ്റ്വർക്ക് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ബാബറി മസ്ജിദിന്റെ പുനർനിർമ്മാണത്തിനായി ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ലക്ഷ്യം വയ്ക്കണമെന്നും ആഹ്വാനം ചെയ്യുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ നെറ്റ്വർക്ക് അതിന്റെ സ്വാധീനം വ്യാപിപ്പിക്കുകയാണ്. ഫർഹത്തുള്ള ഗോറിയുടെ പ്രചാരണ വീഡിയോകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അത്തരമൊരു വീഡിയോയിൽ ഗോറി രാമക്ഷേത്രം തകർക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം രാമക്ഷേത്രം ഒരു ദിവസം അവശിഷ്ടമായി മാറും. മുസ്ലിങ്ങൾ ഖുറാൻ പഠിപ്പിക്കലുകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾക്ക് പ്രതിജ്ഞാബദ്ധരാവുകയും വേണം. വെറും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ടു എന്ന് കരുതി ഒന്നും മാറില്ല എന്നാണ് ഗോറി പറഞ്ഞു വെക്കുന്നത്. ബംഗളൂരുവിലെ രാമേശ്വരം കഫേ ബോംബാക്രമണത്തിന് ഉത്തരവാദിയായ തീവ്രവാദിയെ മഹത്വപ്പെടുത്തുന്നതാണ് മറ്റൊരു വീഡിയോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം ആക്രമണങ്ങൾ നടത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി മാറിയെന്നും ഗോറി തുറന്നു സമ്മതിക്കുന്നു. രാമേശ്വരം കഫേ ബോംബാക്രമണത്തിനും ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്ര ആക്രമണത്തിനും പിന്നിലെ മുഖ്യ സൂത്രധാരനാണ് ഗോറി. ബാബറി മസ്ജിദ് വിഷയം മുതലെടുത്ത് മുസ്ലിം യുവാക്കളെ തീവ്രവാദികളാക്കാൻ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ വീണ്ടും പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ നേതൃത്വം നൽകുന്നത് മറ്റാരുമല്ല, ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്കായി അടുത്തിടെ വാദിച്ച അതേ ഭീകരൻ ഫർഹത്തുള്ള ഗോറി. അബു സുഫിയാൻ, സർദാർ സാഹബ്, ഫാറു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഫർഹത്തുള്ള ഖോരി 2002 ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്ര ആക്രമണം ഉൾപ്പെടെ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 80-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതുൾപ്പെടെ നിരവധി ഉന്നത ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2005 ഹൈദരാബാദിലെ ടാസ്ക് ഫോഴ്സ് ഓഫീസിന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും ഇയാൾ തന്നെയാണ്.